2017 ബൊളീവിയയിൽ കൊല്ലപ്പെട്ട പോളിഷ് മിഷണറി യുവതിയായ ഹെലന അഗ്നേഷ്ക കിമാക്കിന്റെ നാമകരണ നടപടികൾക്ക് തുടക്കമായി. പോളിഷ് എപ്പിസ്കോപ്പൽ കോൺഫറൻസുമായി ആശയവിനിമയം നടത്തിയ ശേഷവും വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ അനുമതിയോടെയുമാണ് നാമകരണ നടപടികൾ ആരംഭിക്കുന്നതെന്ന് ക്രാക്കോ ആർച്ച് ബിഷപ്പ് മാരേക് ജദ്രാസേവ്സ്കി വ്യക്തമാക്കി. 1991 ഫെബ്രുവരി 9 ക്രാക്കോവിലാണ് ദേവദാസിയായ ഹെലന അഗ്നേഷ്കയുടെ ജനനം. ഹെലന ജനിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അമ്മ മരിച്ചുവെങ്കിലും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിലാണ് ഹെലന വളർന്നു വന്നത്. 2009 മുതൽ 2014 വരെ ഗ്ലിവീസിലുള്ള സലേഷ്യൻ സാങ്കേതിക സർവകലാശാലയിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നടത്തിയ ഹെലന എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിച്ച ശേഷമാണ് എഞ്ചിനീയറിംഗ് ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നത്. പഠനകാലത്ത് സാർവത്തോറിയൻ വൈദികരുടെ കീഴിൽ വോളണ്ടിയറായി മിഷണറി സേവനം നടത്തുന്നതിനുള്ള അവസരത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഹെലന ഒരു മിഷണറി വോളണ്ടിയറായി ശുശ്രൂഷ ചെയ്യുവാൻ ആരംഭിച്ചു. 2012 ഹംഗറിയിലും 2013 സാംബിയയിലെ തെരുവ് കുട്ടികളുടെ ഇടയിലും 2014 റൊമാനിയയിലും ഹെലന ശുശ്രൂഷ ചെയ്തു. ഇത്തരത്തിലൊരു മിഷൻ യാത്രയ്ക്ക് മുന്നോടിയായി ഹെലന ഇങ്ങനെ കുറിച്ചു വെച്ചു: എനിക്ക് ലഭിച്ച എല്ലാ കൃപകളും, ഞാൻ സ്വായത്തമാക്കിയ എല്ലാ കഴിവുകളും മറ്റുള്ളവരെ സഹായിക്കാനാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവത്തെ അറിയാൻ സാധിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ കൃപ. അത് മറ്റുള്ളവരെ അറിയിക്കാതെ എന്നിൽ തന്നെ സൂക്ഷിക്കുവാൻ സാധിക്കുകയില്ല. എനിക്ക് ആരെയെങ്കിലും സഹായിക്കാൻ സാധിക്കുമെങ്കിൽ, അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്താൻ സാധിക്കുമെങ്കിൽ, അവരെ കുറച്ചുകൂടെ സന്തോഷമുള്ളവരാക്കുവാൻ സാധിക്കുമെങ്കിൽ, എന്തെങ്കിലും അവരെ പഠിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ അതെനിക്ക് ചെയ്യണം. 2017 ജനുവരി 8 ഹെലന ബൊളീവിയയിൽ വോളണ്ടിയറായി ശുശ്രൂഷ ചെയ്യുവാൻ ആരംഭിച്ചു. 6 മാസത്തേക്കായിരുന്നു ആ ദൗത്യമെങ്കിലും ആ ജനുവരി 24 തന്നെ ഹെലന രക്തസാക്ഷിത്വം വരിച്ചു. മോഷ്ടിക്കാനായി കയറിയ 2 പേർ അപ്രതീക്ഷിതമായി ഹെലനയെ കണ്ട് അവളെ കടാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. മരണസമയത്ത് 26 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഹെലനയുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള വാർത്തകൾ അതിവേഗം പ്രചരിക്കുകയും നിരവധി ആളുകൾ ഹെലനയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തതായി ഹെലനയുടെ നാമകരണ നടപടികൾ ആരംഭിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ പറയുന്നു. വിശുദ്ധിയിലേക്കുള്ള ദൈവവിളി തീക്ഷ്ണതയോടെ പിഞ്ചൊല്ലി രക്തസാക്ഷിത്വം വരിച്ച ഹെലനയുടെ ജീവിതം അനേകം യുവജനങ്ങൾക്ക് ഇതേ മാതൃക പിന്തുടരുവാനുള്ള പ്രചോദനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.